Welcome back to Crack the Technicals. So, ഇന്ന് തൊട്ടാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഡേറ്റ സ്ട്രക്ചർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം 2025 നടന്ന ഗേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ ബൈനറി ട്രീ in which every node has either 0 or 2 children. Okay. Let n greater than 0 be the number of nodes in T. Which one of the following is the number of nodes in T that have exactly 2 children? So, ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമലി ഗേറ്റിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഇങ്ങനെ എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉള്ള നമ്പർ ഓഫ് നോട്ട്സുകൾ കണ്ടുപിടിക്കാനും എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ സാധാരണ ഗേറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് കൺസിഡർ എ ബൈനറി ട്രീ ഇൻ വിച്ച് എവറി നോഡ് ഹാസ് എയ്തർ 0 or 2 ചിൽഡ്രൻ. അപ്പൊ ഇവിടെ ഈ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബൈനറി ട്രീയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് തന്നെ ക്വസ്റ്റ്യന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എയ്തർ 0 or 2 ചിൽഡ്രൻ. നോർമലി ഒരു ബൈനറി ട്രീയുടെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ ഉള്ള നോഡുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രീ നമ്മൾ ബൈനറി ട്രീ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എവറി നോഡ് ഹാസ് എയ്തർ 0 or 2 ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പം എയ്തർ 0 or 2 ചിൽഡ്രൻ അത് നമ്മൾ മറക്കാനേ പാടില്ല. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബൈനറി ട്രീയുടെ കണ്ടീഷൻ. ഇനി എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് നോഡ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ which one of the following is the number of nodes in T that have exactly 2 children? 2 ചിൽഡ്രൻ എക്സാക്ട് ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് നോഡ്സ് ആണ് ഈ ട്രീയിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നമുക്കിപ്പോ ഉള്ളത് ഒരു നോഡാണെന്ന് വിചാരിച്ചോളൂ. ഒരൊറ്റ നോഡ് മാത്രമേ ആ ട്രീയിലുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിൽഡ്രൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സൈഡിലോട്ട് ജസ്റ്റ് ഒരു 2 കോളം വയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് നോഡ്സിനെ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം ജസ്റ്റ് വയ്ക്കാം. ഇനി നമുക്ക് എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉള്ള എത്ര നമ്പർ ഓഫ് നോഡ്സ് ആണെന്നാണല്ലോ അല്ലെ, അതൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത ഒരു കോളം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ നമ്പർ ഓഫ് നോഡ്സ് നമ്മൾ എടുത്തിരിക്കുന്ന പോലെ ഇവിടെ നമുക്ക് 1 ആണ് നമ്മുടെ നമ്പർ ഓഫ് നോഡെങ്കിൽ നമുക്ക് കിട്ടിയ ചിൽഡ്രൻ ഉണ്ടോ? നമുക്ക് ഇല്ല അല്ലെ. അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതിക്കോ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ എഴുതി വെച്ചോളൂ. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഈ എഴുത്തും കുത്തുകളൊക്കെ കേട്ടോ. ജസ്റ്റ് നിങ്ങളെ മനസ്സിൽ ഈ കാൽക്കുലേഷൻസ് എല്ലാം പോകണം. അപ്പൊ നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് ഒരേ ഒരു നമ്പർ ഓഫ് നോഡാണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് കിട്ടിയത്. ഇനി ഇതിനകത്തേക്ക് തന്നെ ഞാൻ ജസ്റ്റ് അടുത്ത ഒരു നോഡ് എടുത്തു. ഞാൻ 2 നോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പേരന്റ് നോഡ് ഒരു ചൈൽഡ് നോഡ് എന്നുള്ള രീതിയിൽ എടുത്തു. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് 2 നമ്പർ ഓഫ് നോഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ചിൽഡ്രൻ 2 വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉള്ള ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ വന്നിട്ടില്ല. ഇതിൽ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു നോഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിപ്പോ ഒരു പേരന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പേരന്റിന് 2 എക്സാക്ട് ആയിട്ടുള്ള ചിൽഡ്രൻ വന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ ഈ ട്രീയിലുള്ള നമ്പർ ഓഫ് നോഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 അല്ലേ. അപ്പൊ 3 നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടെങ്കിൽ നമുക്കുള്ള ചിൽഡ്രനിന്റെ എമൗണ്ട് എത്രയാ? നമ്പർ എത്രയാ? 1 ആണ് അല്ലെ. അതെ 1. 2 ചിൽഡ്രൻ ഉള്ള ഒരു ട്രീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ട്രീ ഞാൻ വരയ്ക്കാൻ. ഓൾറെഡി ഇതാണ് നമുക്ക് ലാസ്റ്റിൽ കിട്ടിയത്. ഇതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു നോഡും കൂടി ആഡ് ചെയ്തു കൊടുത്തു. ഇപ്പൊ നോക്കിയേ, ഈ ഒരു
നോഡിനെ സംബന്ധിച്ചിടത്തോളം അവന് 2 ചിൽഡ്രൻ ഉണ്ട്. പക്ഷെ ഈ ഒരു നോഡിന് 2 ചിൽഡ്രൻ ഉണ്ടോ? ഇല്ല. നമുക്ക് എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉള്ള നോഡ്സുകൾ ആണല്ലോ എത്ര എണ്ണം ആണെന്നല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ ഇതിനും കൂടി ഈ ഒരു നോഡിന് ഞാൻ ഒരു ചൈൽഡിനെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലെ? അപ്പോ 5 നോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ചിൽഡ്രൻ ആ കിട്ടിയത്? ഇത് ഒരു ചിൽഡ്രൻ ആണല്ലോ. അതുപോലെ ഇത് അടുത്തത്. അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടി? 2 ചിൽഡ്രനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്തത് ഓൾറെഡി നമ്മൾ ഇത്രയും ആൾക്കാരെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടെ ഞാൻ ഒരാളിനെയും കൂടെ ആഡ് ചെയ്തു. ഒരാളെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, ഓക്കെ, ഈ നോഡിന് 2 ചിൽഡ്രൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോ ഇവന് ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയേ, ഈ നോഡിന് 2 ചിൽഡ്രൻ, ഈ ഒരു നോഡിന് 2 ചിൽഡ്രൻ, ഈ ഒരു നോഡിന് 2 ചിൽഡ്രൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എക്സാക്ട് ആയിട്ട് 2 ചിൽഡ്രൻ ഉള്ള നമ്പർ ഓഫ് നോഡ്സുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രീ അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സുകൾ എത്രയാ? 1 2 3 4 5 6 7 അല്ലെ? 7 നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടെങ്കിൽ എത്ര ചിൽഡ്രൻ വന്നിട്ടുണ്ട്? 1 2 3 ആണല്ലോ. ഇപ്പൊ തന്നെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പോകുന്ന ശ്രദ്ധിച്ചോ? നമ്പർ ഓഫ് നോഡ്സ് 1 ആണെങ്കിൽ 0 ആണ് നമ്പർ ഓഫ് ചിൽഡ്രൻ, 3 ആണെങ്കിൽ 1 ആണ്, 5 ആണെങ്കിൽ 2 ആണ്, 7 ആണെങ്കിൽ 3 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്ത ആരായിരിക്കും ഇവിടെ വരിക? 9 ആയിരിക്കും ആണല്ലോ. 9 ആണെങ്കിൽ അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്ര വരണം? 4 ആയിരിക്കും ആണല്ലോ. അതുപോലെ ഇവിടെ 11 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരണം? 5 വരണം. അങ്ങനെയല്ലേ പോകുന്നത്. ഇനി ഇങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ നമുക്ക് ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടിയതിൽ കറക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കലായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ നമുക്ക് തൽക്കാലം എന്നിന്റെ വാല്യൂ നമുക്ക് 9 ആയിട്ട് എടുക്കാം. അപ്പൊ 9 ആണ് നമ്മുടെ നമ്പർ ഓഫ് നോട്ട്സ് എങ്കിൽ നമുക്ക് എത്ര ചിൽഡ്രൻ വരണം? 4 കിട്ടണം. അപ്പൊ 4 എന്നുള്ളൊരു ആൻസർ വരണ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടിക്ക് ചെയ്യാലോ. നമുക്ക് എൻഷുർ ചെയ്യിക്കാനായിട്ട് വേറൊരു ഓപ്ഷനും നോക്കാം. ഓക്കെ, അപ്പൊ എന്നിന്റെ വാല്യൂ ഇപ്പൊ ഞാൻ 9 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 9 മൈനസ് 2/2, 9 മൈനസ് 2 എന്ന് പറയുന്നത് 7 ആണ്. 7/2 എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരില്ല. അപ്പം എന്തായാലും ഓപ്ഷൻ എ അല്ല. അടുത്ത എന്നിന്റെ വാല്യൂ നമ്മൾ എടുത്തേക്കുന്നത് 9 ആണ്. ഇവിടെ 9/2 എടുത്താൽ കറക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടില്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. അടുത്ത ഇത് നോക്കിയേ, എന്നിന്റെ വാല്യൂ 9 ആണ്. 9 മൈനസ് 1/2 അപ്പൊ എത്ര കിട്ടും? 8/2 കിട്ടും. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് കിട്ടേണ്ട നമ്പർ ഓഫ് ചിൽഡ്രനും 4 ആണ്. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അടുത്തതാണ് n+1/2. n എന്ന് പറയുന്നത് 9 ആണ്. 9+1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 10 വരും. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 അല്ല നമുക്ക് വേണ്ട ആൻസർ, നമുക്ക് 4 ആണ് വേണ്ടത്. അപ്പൊ ഡിയും അല്ല നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഈ ബി ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു എന്നിനെയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അസൈൻ ചെയ്യാം. നമുക്കറിയാം ഒരു എന്നിന് നമുക്കൊരു 11 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 11 മൈനസ് 1/2, 11 മൈനസ് 1 എന്ന് പറയുമ്പോൾ 10 ആണ്. 10/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 കിട്ടും. ഇതാ നോക്കി, 11 ആണ് നമ്പർ ഓഫ് നോട്ട്സ് എങ്കിൽ 5 അല്ലേ നമ്പർ ഓഫ് ചിൽഡ്രൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനിലും എന്തായാലും ഇത് സെറ്റ് ആയിരിക്കുന്ന സ്ഥിതിക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? n-1/2. എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉള്ള എത്ര നമ്പർ ഓഫ് നോട്ട്സുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? n-1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി ആണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാവരും വീഡിയോസ് കണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.